ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നോയമ്പിൻ്റെ ചൈതന്യത്തോടെ നോയമ്പിലെ പ്രത്യേക ഭക്ഷണങ്ങളും പ്രത്യേക പരിശീലനങ്ങളും പ്രാർത്ഥനകളുമായി നിങ്ങൾ മുന്നേറുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ഞാൻ ഓർക്കുന്നുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നോയമ്പിൻ്റെ നല്ല ചൈതന്യത്തിലൂടെ നമുക്ക് യാത്രയാവാം. നമ്മൾ ഇന്ന് നോയമ്പിൻ്റെ 1-ാം വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്നത് സാമ്പാർ റൈസാണ്. സാമ്പാർ റൈസ് വളരെ രുചികരമായൊരു ഭക്ഷണം. ഒരുപക്ഷെ നിങ്ങളിത് പാകം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, ചിലരെങ്കിലും പാകം ചെയ്തിട്ട് കാണാം. വളരെ രുചികരമായൊരു ഭക്ഷണമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും, സാമ്പാറും ചോറും വെച്ച് കഴിച്ചാൽ പോലെ, രണ്ടായിട്ട് വെച്ച് കഴിച്ചാൽ പോലെ, എന്താണ് അത് ഒരുമിച്ച് കഴിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, രണ്ട് രുചിയാണ്. ഇതിന് വേറിട്ടൊരു രുചിയാണ്. മാത്രമല്ല, സാമ്പാറിന് നമ്മൾ ഉപയോഗിക്കുന്ന പല പച്ചക്കറികളും ഇതിന് ആവശ്യമില്ലതാണ്. രണ്ടും കൂടെ ഒരുമിച്ച് പാകം ചെയ്യുമ്പോൾ വലിയ രുചിയാണ്, നല്ല രുചിയാണ്, എളുപ്പത്തിൽ പാകം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പാകം ചെയ്യുന്നു. അതിനു മുമ്പ് എന്തൊക്കെ സാധനങ്ങളാണ് ഈ സാമ്പാർ റൈസിന് ആവശ്യമുള്ളത് എന്ന് നമ്മൾ പെട്ടെന്നൊന്ന് കാണുകയാണ്. വായോ, നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാം, ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യും. സാമ്പാർ റൈസിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, നമ്മൾ കുതിർത്ത പൊന്നിയരി 2 ഗ്ലാസ്, പരിപ്പ് 1/2 ഗ്ലാസ് പരിപ്പ് കുതിർത്തത്, പുളിവെള്ളം, വാളംപുളിയുടെ വെള്ളം പിഴിഞ്ഞത്, മുരിങ്ങക്കോല് കട്ട് ചെയ്തത്, അതിനുശേഷം നമ്മൾ വറ്റൽമുളക്, അല്പം ശർക്കര, കറിവേപ്പില, അതിനുശേഷം കടുക്, കുരുമുളക്, ജീരകം, ഉലുവ, മുളക് പൊടി, മഞ്ഞൾ, സാമ്പാർ പൊടി, തേങ്ങ ചുരുകിയത്, അണ്ടിപ്പരിപ്പ്, ഉപ്പ്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ്, ചുവന്നുള്ളി, ബീൻസ്, പൊട്ടറ്റോ. ഒരു കുക്കറിനകത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, അല്പം നെയ്യും ചേർക്കാം. താല്പര്യമുള്ളവർക്ക് അല്പം നെയ്യും കൂടി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക, 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. അതിനുശേഷം കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ജീരകം, ഉലുവ, കുരുമുളക് ചേർക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നു, കറിവേപ്പില ചേർക്കും. അതിനുശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി അരിഞ്ഞ് ചേർക്കേണ്ടവർക്ക് അരിഞ്ഞ് ചേർക്കാം, മുഴുവനായിട്ട് അരിയാതെ ഇടുന്നതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരല്പം കൂടി നിൽക്കുന്നത് ഇതിന് നല്ലതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ട പച്ചക്കറികൾ ചേർക്കുകയാണ്. ബീൻസ്, പൊട്ടറ്റോ, ക്യാരറ്റ്. അതിനുശേഷം മുരിങ്ങക്ക ചെറുതായിട്ട് മുറിച്ചത്. നന്നായിട്ട് ഇളക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഈ ചെയ്യുന്നതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ ചെയ്യും. അതിനുശേഷം ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് ഇതല്പം ഒന്ന് വേകാനായിട്ട് നമുക്ക് സമയം കൊടുക്കാം. മൂടി വെക്കേണ്ടതില്ല. ഇത് ഏകദേശം ചെറുതായിട്ടൊന്ന് വെന്തു. ഇനി നമ്മൾ അരി ഇട്ട് കൊടുക്കണം. നമ്മൾ കുതിർത്ത് വെച്ച പൊന്നിയരി 2 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കണം. അര ഗ്ലാസ് പരിപ്പ് കുതിർത്തതും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി ഏകദേശം 1 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണോളം കായപ്പൊടി. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് കുരുമുളക്, ജീരകം, ഉലുവ ഇതെല്ലാം ചേരുമ്പോഴുള്ള ഇഞ്ചി ഇതെല്ലാം ചേരുകയാണ്. അപ്പോൾ വളരെ രുചികരമാകുന്നു എന്നതിനോടൊപ്പം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണം കൂടിയാണ്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. 2 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് പരിപ്പും. അതുകൊണ്ട് നമ്മൾ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 6 ഗ്ലാസ് മിച്ചം വെള്ളം ഒഴിക്കണം. 7 ഗ്ലാസ് ഒഴിച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ സമയം കൊടുക്കുകയാണ്. 6 വിസിൽ കേൾക്കത്തക്ക വരെ. 6 വിസിൽ പോയതിന് ശേഷമേ ഇത് ഓഫാക്കാവൂ, എന്നാലേ കൃത്യമായിട്ട് വേവുകയുള്ളൂ. അതുകൊണ്ട് 6 വിസിൽ കേൾക്കത്തക്ക വിധത്തിൽ അത്രയും സമയം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുക. ഒരു ചെറിയ പാനോ ചട്ടിയോ വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യും എണ്ണയും അല്പം ഒഴിക്കുക. നെയ്യും എണ്ണയും അല്പം ഒഴിക്കുക. അതിലേക്ക് തേങ്ങ, കടല, കാഷ്യൂനട്ട് ഇത് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുവോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഏറ്റവും അവസാനം ചേർക്കേണ്ടതാണ്. ഇനി ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ശർക്കരയാണ്. 1 ടീസ്പൂൺ ശർക്കര. തേങ്ങായും ശർക്കരയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന രുചി നിങ്ങൾക്കറിയാം. അത് ഈ റൈസിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രുചി കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, കുക്കിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ്. അതിനകത്തൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ശരിക്കും നമ്മുടെ ഇന്നത്തെ യുവാക്കൾ, യുവതികൾ, കുട്ടികൾ അവർക്കൊക്കെ ശരിക്കും പഠിക്കേണ്ടതും ഈ കുക്കിങ്ങാണ്. നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറും. അവൻ ക്ഷമ പഠിക്കും. അവന് ത്യാഗമനോഭാവം ഉണ്ടാകും. കാരണം അത്ര എളുപ്പമല്ല ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. തീയോട് അടുത്ത് നിൽക്കണം, കൈ പൊള്ളും, കൈ പുകയും നീറും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ നോയമ്പ് കാലത്തിൽ ഈ കുക്കിങ്ങും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഒക്കെ തയ്യാറാകണം. നിങ്ങളും പുതിയ പുതിയ രീതികൾ പഠിക്കും. കാരണം ഭക്ഷണം നന്നായാൽ വീട് നന്നായി. ഭക്ഷണം നന്നായി കഴിഞ്ഞാൽ കുടുംബജീവിതം നന്നായി. അതിന് യാതൊരു സംശയവും വേണ്ട. ഇതെന്നും ഒരേ ഭക്ഷണം കഴിച്ച് നമുക്കിങ്ങനെ ബോറടിക്കുന്നതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾ. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നല്ല സ്പിരിച്വാലിറ്റിയിലേക്ക് വരാം. ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഈ നെയ്യൊക്കെ ഒത്തിരി കഴിച്ച് നട്ട്സൊക്കെ കഴിച്ച് ഈ നോയമ്പ് കാലത്ത് വണ്ണം കൂടുമോ, ആരോഗ്യം പോകുമോ എന്നൊക്കെ ശ്രദ്ധിക്കും. പേടിക്കേണ്ടതൊന്നുമില്ല. 100% ആരോഗ്യം പോവുകയല്ല, 100% ആരോഗ്യം കിട്ടുകയാണ്. ഇതൊരു ബ്രൗൺ കളറായി. ഇനി നമുക്കിത് ഈ റൈസിലേക്ക് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തേക്കണം. ഈ തേങ്ങ, നെയ്യ്, എണ്ണ എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് അല്പം ശർക്കരയും കൂടെ ചേർത്ത് എന്നിട്ട് ഇത് മൊത്തം ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ എല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. പച്ചക്കറി കഴിക്കാത്ത, സാമ്പാർ കഴിക്കാത്ത, അവിയൽ കഴിക്കാത്ത കുട്ടികൾ നിർബന്ധമായും ഇത് കഴിക്കും. യാതൊരു സംശയവും വേണ്ട. അവർ ഈ റൈസ് കഴിച്ചിരിക്കും. അത്രയ്ക്ക് രുചികരമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്താൽ ഏത് കുഞ്ഞും ഏത് യുവാവും യുവതിയും ഈ ഭക്ഷണം കഴിക്കും. നല്ല ഭക്ഷണം വിശുദ്ധ കുർബാനയുടെ തന്നെ ഒരു പ്രതീകമാണെന്ന് നിങ്ങൾ കരുതിയേക്കണം. ഒരു രണ്ടാമത്തെ കുർബാന അനുഭവമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഭക്ഷണത്തെ കാണാനും ഭക്ഷണം പാകം ചെയ്യാനും ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും ഭക്ഷണം കഴിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി എടുക്കാം. നമ്മളുടെ സാമ്പാർ റൈസ് റെഡിയാണ്. ഇതിന് കൂട്ടേണ്ടത് പപ്പടവും അച്ചാറും മാത്രമാണ്. പപ്പടം പൊള്ളിക്കുക, ഏതെങ്കിലും ഒരു അച്ചാർ, നാരങ്ങ അച്ചാറോ പാവയ്ക്ക അച്ചാറോ ഒക്കെ ഉപയോഗിക്കാം. പ്രിയപ്പെട്ടവരെ, അടുത്ത 3 ദിവസം നിങ്ങൾ ഈ ഭക്ഷണം പാകം ചെയ്ത് ഉച്ചയ്ക്ക് കഴിക്കണം, സാമ്പാർ റൈസ്. മാത്രമല്ല, മുന്നോട്ട് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു നല്ല അനുഭവമായിരിക്കും. രുചികരമായൊരു ഭക്ഷണത്തിൻ്റെ വെറൈറ്റി ആയിരിക്കും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അധികം സമയം എടുക്കില്ല, വളരെ നല്ലതാണ്. അതുപോലെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഇതൊരു കലയാണ്. നമുക്ക് ഈ ഒരു കലയിൽ നമുക്ക് വളരാം. എല്ലാവരും കുക്കിംഗ് പഠിക്കണം. കാരണം അതൊരു നല്ലൊരു അനുഭവമായിട്ട് മാറും. അതൊരു നല്ല ആത്മീയതയായിട്ട് മാറും. നമുക്ക് ഒരു സ്വഭാവത്തെയും വ്യക്തിജീവിതത്തെയും എല്ലാം മാറ്റിമറിക്കാൻ ഇതിലൂടെ കഴിയുകയും ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നോയമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്രയാവാം.